നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പലരും ഫോളോ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. നോർമലി നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. വളരെ ഈസിയാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. ശരീരത്തിനാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസും നോർമലി പീപ്പിൾസിൽ, അതായത് വലിയ ബുദ്ധിമുട്ട്, അതായത് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുതലല്ലാത്ത വ്യക്തികളിലും അവർക്കും ചെറിയൊരു വെയിറ്റ് റിഡക്ഷനൊക്കെയാണ് വേണ്ടതെങ്കിലും അവർക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പം നോർമലി നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു, അതായത് നിങ്ങളൊരു ഡയറ്റിൽ ജോയിൻ ചെയ്തു. അപ്പം ഡയറ്റിൽ ജോയിൻ ചെയ്തതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫാസ്റ്റിംഗും കൂടി എന്ത് ചെയ്യുക, അങ്ങോട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാകുന്ന സമയത്ത് നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് എടുക്കുന്നില്ല. ഇതാണ് ഈ ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫാറ്റ് റിഡക്ഷൻ, അതായത് നല്ല രീതിയിൽ തന്നെ കൊഴുപ്പ് അലിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കൊഴുപ്പ് എങ്ങനെ അലിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊഴുപ്പിന് എന്ത് ചെയ്യും, ഇങ്ങനെ മെറ്റബോളൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 13 to 16 hours, 13 മുതൽ 16 മണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കാം. അതായത് നിങ്ങളൊരു ഈവനിങ് 4 o'clock തന്നെ നിങ്ങളുടെ ഒരു നൈറ്റ് ഫുഡായിട്ടുള്ള എന്താണോ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ചത് അതൊരു ഈവനിങ് 4 അല്ലെങ്കിൽ 5 ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കഴിച്ച് തീർക്കുക. കഴിച്ച് തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം നിങ്ങൾ ഫാസ്റ്റിംഗ് കൊടുക്കുക. ഇപ്പോൾ ഒരു 4 നിങ്ങൾ കഴിക്കുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ബ്രേക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ 5 ആവുന്ന സമയത്ത് ഒരു 10. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. 13 മണിക്കൂറും 16 മണിക്കൂറിനും ഇടയിലായിട്ടായിരിക്കണം നമ്മുടെ ആ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുന്നൊരു ടൈമാണ് രാത്രി സമയം. കാരണം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർഗൻസൊക്കെ മാക്സിമം അവർ റെസ്റ്റ് എടുക്കുകയാണ്, അവർ മറ്റുള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഹെവി ഫുഡൊക്കെ രാത്രി കഴിച്ചു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്തായിരിക്കും, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്കുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുഡൊക്കെ മാക്സിമം നേരത്തെ കഴിച്ചിരിക്കണം. അപ്പം അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ഈവനിങ് 4 o'clock നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഹെവി ഫുഡായിട്ടുള്ള മന്തിയോ അങ്ങനെയൊന്നും എടുത്ത് കഴിക്കാനും പാടില്ല. നിങ്ങളിപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രിയൊക്കെ എന്താണെങ്കിലും ലൈറ്റ് ഫുഡായിരിക്കും. ചപ്പാത്തിയോ അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ കഞ്ഞിയോ അങ്ങനെയൊക്കെ ആയിരിക്കും വെച്ച് കഴിക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് വൈകുന്നേരം ഒരു 4 o'clock കുറച്ച് സാലഡ്സും പിന്നെ എന്തെങ്കിലും കറിയോ ഫിഷോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറീസോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തത് കഴിക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം എന്തായിരിക്കണം, ഫാസ്റ്റിംഗ് ആയിരിക്കണം. നിങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. നമുക്ക് വെള്ളം കുടിക്കാം, വെള്ളം കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചോട്ടെ എന്ന്. അപ്പം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ 6 o'clock തന്നെ കഴിച്ചിരിക്കണം. അതും അധികം മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. ഫ്രൂട്ട്സ് ഒരു ജ്യൂസ് രൂപത്തിൽ നിങ്ങൾ കഴിക്കാനും പാടില്ല. അങ്ങനെ ജ്യൂസ് രൂപത്തിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള നാരുകളുടെ എന്തായിരിക്കും കുറവ് സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ഷുഗർ സ്പൈക്കൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സുകൾ എന്ത് ചെയ്യണം, പരമാവധി നിങ്ങൾ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പം പേരയ്ക്ക, അതുപോലെ തന്നെ ഉറുമാമ്പഴം, ആപ്പിള്, ഓറഞ്ച്, മുസമ്പി ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ചിക്കു, അതുപോലെ തന്നെ നല്ല പഴുത്ത പപ്പായ കഴിക്കുക, പൈനാപ്പിൾ, നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ കഴിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഷുഗർ എന്ത് ചെയ്യും, കുറച്ച് കൂട്ടും. മാമ്പഴം കഴിക്കുന്നത്, അതുപോലെ തന്നെ ചക്കയൊക്കെ ആവുന്ന സീസണിൽ നമ്മൾ പഴുത്ത ചക്കയൊക്കെ കഴിക്കുന്നത് എന്ത് ചെയ്യും, നമ്മുടെ ഷുഗർ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെ കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
പിന്നെ ഈ ഒരു ഫാസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. വെള്ളം ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട് ജ്യൂസസുകളോ അല്ലെങ്കിൽ വേറെ കോള ജ്യൂസ് ഐറ്റംസ് അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ നിങ്ങൾ കിടന്നുറങ്ങുക. നേരത്തെ നിങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ നൈറ്റ് ടൈമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് കൂടുകയും നിങ്ങൾക്ക് ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അല്ലാത്ത സമയത്താണെങ്കിലും, അതായത് ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങളോട് ഫുഡ് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ 2 മണിക്കൂർ മുൻപായിട്ട്. അങ്ങനെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യണം, വേഗം കിടന്ന് ഉറങ്ങണം. ഈ ഫോണിലൊക്കെ ഇങ്ങനെ കുത്തിരിക്കാതെയൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ. അതായത് ഓരോ ദിവസവും നമുക്കറിയാം ഓരോരോ ഈ സെൽ ഫോർമേഷനും കോശങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ പഴയ കോശങ്ങളെ റിമൂവ് ചെയ്തിട്ട് പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഓട്ടോഫേജിക് പ്രോസസ്സ് എന്ന് പറയും. ഈ ഒരു പ്രോസസ്സൊക്കെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അതിപ്പോൾ നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ടോട്ടൽ ഓവറോൾ കണ്ടീഷൻസിനൊക്കെ ഡൈജഷൻ പ്രോപ്പർ ആവാനും, പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ ഉണ്ടാവും. നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി, കൊളുത്തി പിടിക്കുക, നെഞ്ചരിച്ചിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുകയും പിന്നെ നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കുകയും അമിതം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് എല്ലാ ദിവസവും എടുക്കാം. എല്ലാ ദിവസവും ഈവനിങ് തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയൊരു വെയിറ്റ് റിഡക്ഷനൊക്കെയാണ് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ നോർമൽ ഒരു ദിവസത്തിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്ന വ്യക്തികൾക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നത് നല്ലൊരു വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാസത്തിലൊരു തവണ അല്ലെങ്കിൽ 21 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റിംഗ് ആണ്. ഈ വെള്ളത്തിനകത്തും ജ്യൂസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തരുത്. അപ്പം അധികം ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ ഗർഭിണിയാണ്, അതുപോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, മറ്റെന്തെങ്കിലും മെഡിസിൻസ്, ഇപ്പോൾ ഡയബറ്റീസ്, ഹാർട്ട് പേഷ്യൻസ്, ഇവരൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വാട്ടർ ഫാസ്റ്റിംഗ് ഒന്നും എടുക്കരുത്. അത് പെട്ടെന്ന് അവരിൽ എന്താക്കും, ക്ഷീണം ഉണ്ടാക്കും. അപ്പം അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളിലൊന്നും ഇങ്ങനെ വാട്ടർ ഫാസ്റ്റിംഗ് ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല. അവരിൽ പെട്ടെന്ന് ക്ഷീണം വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു ഐഡിയൽ വെയിറ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷുഗർ കട്ട് ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്തായിരിക്കണം, നല്ല രീതിയിൽ തന്നെ കുറച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള വ്യായാമം ഇതിൻ്റെ കൂടെ വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള വ്യായാമം, അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഈ ഗ്രീൻ ടീ ഉൾപ്പെടുത്തുന്നത്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഉൾപ്പെടുത്തുന്നത്, ഒമേഗ 3 റിച്ച് ആയിട്ടുള്ളത് കഴിക്കുക. അതെന്ന് പറയുമ്പോൾ മത്സ്യങ്ങളും ഫ്ലാക്സ് സീഡ്സും വാൾനട്ടും ബദാമും ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്താണെങ്കിലും നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്താവും, ഇൻ ബിറ്റ്വീൻ നിങ്ങൾ നട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് കഴിച്ചാൽ മതി. പിന്നെ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുക. പിന്നെ ഡേറ്റ്സ് ഒക്കെ കഴിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് അമിതമാവരുത്, എണ്ണ വളരെ കൂടരുത്. ഡേറ്റ്സ് കൂടി കഴിഞ്ഞാലും ഷുഗർ പെട്ടെന്ന് കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു 2 to 3 ഡേറ്റ്സ് മാത്രം നിങ്ങൾ ഒരു ദിവസം എടുക്കുക. വർക്കൗട്ട് നിർബന്ധമാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ വിയർക്കണം, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഒരു ഫാറ്റ് ബേൺ സംഭവിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരളവിൽ തന്നെ ആയിരിക്കണം. അതും അമിതമായിട്ട് വലിച്ചു വാരി കഴിക്കരുത്. ഷുഗറി ആയിട്ടുള്ള ഐറ്റംസിൽ നിങ്ങൾ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ട് ഫാസ്റ്റിംഗ് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ട്, ഈ ഒരു ഡയറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.